ഞാൻ ഇഫ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോണത്. നാളായിട്ട് ഈ ഇഫ ചിക്കൻ മൊത്തം ട്രെൻഡ് ആയിട്ട് നിൽക്കണേണ്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഇത് ട്രൈ ചെയ്യാൻ പോണത്. ഇന്ന് നമ്മുടെ വീട്ടില് ചിക്കനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച് ഇഫ ചിക്കൻ ഉണ്ടാക്കാന്ന്. ഇത് എന്റെ ഒരു പരീക്ഷണം ഉണ്ടായി. എങ്ങനെ ആവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. കറിക്കൊക്കെ ആയിട്ടാണ് മേടിച്ചേക്കണത്. അപ്പൊ അങ്ങനെ മേടിച്ചു നമുക്ക് ഈ ഇഫ ചിക്കൻ ഉണ്ടാക്കണ കാര്യം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തേക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഇഫ ചിക്കൻ ഉണ്ടാക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിനൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതിന് ഞാനൊരു പാത്രം എടുക്കട്ടെ കേട്ടോ. അപ്പൊ അതായത് ചിക്കനൊക്കെ അതായത് കഴുകാൻ പോവാണ്ടോ. ഇത് എന്തോരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ദൈവത്തിങ്കലൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് മാറ്റണം. ഇതൊന്നും നമുക്ക് വേണം. എന്തായാലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് കഴുകാം. അപ്പൊ ഞാനിവിടെ ചിക്കനൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി. അപ്പൊ ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേഷന് വേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ഇടണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞെടുക്കാം. ക്രീമിന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ വെക്കണേ കേട്ടാ. അതതിന്റെ സൈഡിൽ കൂടി ആയിക്കോട്ടെ. നമുക്ക് അതിനിടയ്ക്ക് ഈ പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു. അപ്പതേ എനിക്ക് ഇത്ര നേരം വീഡിയോ എടുത്തുന്ന സോനുവാണ് കേട്ടോ. അപ്പതേ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവള് വന്നേക്കണേ. അപ്പതേ ക്യാമറ ഞാൻ അപ്പയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട് കേട്ടോ. അപ്പതേ ഞാൻ സോനും കൂടി ഇതൊക്കെ റെഡിയാക്കി വെക്കണേ കേട്ടാ. മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്രയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കണത്. അത് പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ ഒരു കണക്കിന് ഇടാട്ടോ. ഇത് നോർമൽ മുളക് പൊടിയാണ്. ഇതല്ലാണ്ട് നമുക്ക് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി പൊടി ഇടണം. നമ്മുടെ ഒരു കണക്കിനായിട്ട് ഇതൊക്കെ എടുക്കണം. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല പിന്നെ കുറച്ചിട്ടാ മതി. കുറച്ച് കുരുമുളക് പൊടി, കിച്ചൺ ട്രഷേഴ്സിന്റെ ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ച്, ഒരുപാട് വേണ്ട. പക്ഷേ കളർ ഉണ്ടെങ്കിൽ അല്ലേ കാണാനൊരു രസമുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് കാശ്മീർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പട്ടത്തൈര്, ഒരുപാട് വേണ്ട. ഇതിനധികം പുളിയില്ല കേട്ടാ. കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടാ. ഒരു കാര്യം കൂടി ഉണ്ട്, ഉപ്പിടണം. ഒന്ന് പെരട്ടി സെറ്റ് ചെയ്ത് നോക്കണം. ഇതൊക്കെ നമുക്ക് നല്ലവണ്ണം ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അപ്പത്തേ നമ്മുടെ ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ക്രീമിനുള്ള പരിപാടി നോക്കാം. അപ്പൊ ഞാനിവിടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാൻ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ മുട്ട പുഴുങ്ങിണ്ടായിരുന്നില്ലേ, അപ്പൊ അതിന്റെ വെള്ളം മാത്രം എടുത്താൽ മതി. അപ്പൊ അത് ഒരു 3 മുട്ടയുടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 സ്പൂൺ മയോണൈസ്, അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു സ്ലൈസ് ബ്രിട്ടാനിയയുടെ ചീസ് ഇട്ടുണ്ടായിരുന്നിട്ട് അത് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കണത്. ശരിക്കും നമ്മുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പൊ എന്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് പച്ചപ്പാൽ എടുക്കണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി നമുക്ക് അങ്ങനെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഇച്ചിരി പാല് തിളപ്പിച്ചിട്ട് എടുത്തേക്കണം. അതുപോലെ കുറച്ച് പൈസ ഇത്ര എടുത്തിട്ടുള്ളേ. അപ്പൊ മാരിനേഷന് വെച്ച് ചിക്കൻ വെച്ചിട്ട് ഇപ്പൊ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. എണ്ണയല്ല, ഓയില്. അപ്പൊ നമുക്കിനി അത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ സോനുവിന് പൊതുവേ ചിക്കൻ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ അവള്. അപ്പൊ അത് കാരണം അതിനെ കുറച്ചും കൂടി കുത്തി ജ്യൂസൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം പോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാണ്ട. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ക്രീം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഇതിന് ഇച്ചിരി പുളി കുറവായിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞ് വെക്കണ്ട. അപ്പൊ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയും കിട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ക്രീം നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇങ്ങനെ നല്ലോണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ക്രീമിലൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്കിനി അവർക്ക് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം തന്നു വരും. അടിപൊളിയായിട്ട് കേട്ടാ, നല്ല ക്രീമി കൺസിസ്റ്റൻസി ഒക്കെയാണ്. ഇഷ്ടപ്പെട്ടാ? കൊള്ളാം. നല്ല അടിപൊളി, നല്ലതാണ്, നല്ല. അപ്പോൾ ഈ സംഭവം എന്തായാലും കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതുവരെ ഇഫ ചിക്കനൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരെ എന്നെ പോലുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.